ഇതിലൊരൽപ്പവുമില്ലെനിക്ക് ആഴിയും കൂഴിയും നിർമ്മിച്ചതാരൻ അഭയമായെന്നരികിലുണ്ട്. ആഴിയും കൂഴിയും നിർമ്മിച്ചതാരൻ അഭയമായെന്നരികിലുണ്ട്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 27-ാം സങ്കീർത്തനം 14-ാം വാക്യം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വസ്തനായിരുന്ന ദൈവം നമ്മുടെ ബലഹീനതയിൽ നമ്മെ ഉപേക്ഷിച്ചു പോകുകയില്ല എന്ന ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കണം. ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭത്തിങ്കിൽ ദൈവാശ്രയമുള്ളതുകൊണ്ട് തൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല, കുലുങ്ങുകയില്ല എന്ന് സങ്കീർത്തകൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ അവസാന വാക്യത്തിൽ മറ്റുള്ളവർ കുലുങ്ങാതെയും പതറാതെയും ഇരിക്കേണ്ടതിന് യഹോവയിൽ വിശ്വസിക്കുന്നവരും പ്രത്യാശിക്കുന്നവരും ആയിരിക്കേണ്ടതിന് സങ്കീർത്തനക്കാരൻ പ്രബോധിപ്പിക്കുന്നു. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളേറുമ്പോൾ നാം പതറിപ്പോകാം. എന്നാൽ ദാവീദ് ഈ വാക്യത്തിലൂടെ പറയുന്നത് പ്രതിസന്ധിയിൽ യഹോവയിൽ പ്രത്യാശ വയ്ക്കുവാനാണ്, ധൈര്യത്തോടെ ഉറച്ചു നിൽക്കുവാനുമാണ്. ദൈവത്തിനായി കാത്തിരിക്കുക, അവൻ പ്രവർത്തിക്കും. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് പ്രവർത്തിക്കുവാൻ ഒരു സമയം വെച്ചിട്ടുണ്ട്. അവൻ്റെ സമയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അവനായി കാത്തിരുന്നാൽ നാം ഒരിക്കലും ലജ്ജിച്ച് പോകുകയില്ല. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ പ്രവൃത്തിക്കായി ഞാൻ കാത്തിരിക്കുന്നു. നീ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.